Habico Architecture. വീട് ഞങ്ങളുടെ ഒരു ഡ്രീം ഹോമാണ്. എല്ലാവരുടെ പോലെ തന്നെ ഒടുവിൽ നമ്മൾ വന്ന് ചേരുന്ന ഒരു വീട് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രോസ്പെറിറ്റിയുടെയൊക്കെ ഒരു അവസാനം എത്തി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ഈ സ്വപ്ന ഭവനം. ജീവിതത്തിൽ ഒരിക്കലേ നമ്മൾ വീടുണ്ടാക്കുള്ളൂ. അപ്പോൾ എനിക്കൊരിതുണ്ടായിരുന്നു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. കാരണം പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ഹാബിക്കോ ഇവിടുത്തെ ഒരു ടോപ്പ് ഇന്റീരിയർ ഡിസൈനർ തന്നെ നമ്മൾ സെലക്ട് ചെയ്തതും. അതിന് എനിക്ക് ഏറ്റവും അതിൽ ഇഷ്ടപ്പെടുന്ന ഡിസൈനിങ് നന്നായിരുന്നു. ഒഴിവുള്ള സമയത്ത് പറയൂ, ഞാൻ വരാമെന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ 11 മണി ആയിരിക്കും, 1 മണി ആയിരിക്കും. ഒരു ദിവസത്തിൽ എനിക്കറിയാം ഒരു 3 to 4 ടൈംസ് വരെ നമ്മളുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ജോജി വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ജോജിയെക്കുറിച്ച് പറയേണ്ട ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ്. മൂന്ന് സ്ഥലമാണ് ഞാനിപ്പം ഇഷ്ടപ്പെടുന്നത്. ഒന്ന് ഡൈനിങ് തന്നെ, അതിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഒന്ന് ഒരു സിറ്റ് ഔട്ട്, പുറത്തൊരു നമ്മളൊരു റിലാക്സിങ് ഏരിയ ഉണ്ട്. ആ സ്പേസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ കോൺസെപ്റ്റ് അനുസരിച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ വാഷ് ബേസ് ഏരിയ ആണ്. രണ്ടായിരത്തി 2021 സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ കിട്ടിയിരുന്നു. അന്ന് കമ്പളക്കാട് പൗരസമിതി നൽകിയ ഒരു സ്വീകരണത്തിൽ അവർ തരുന്ന ഒരു ഫലകമാണിത്. ഇത് ഞാൻ 2005 വിശിഷ്ട സേവനത്തിന് ജനറൽ മാനേജറുടെ അവാർഡ് വാങ്ങിച്ചതാണ്. ഈ അവാർഡാണിത്. അതിനുശേഷം ഞങ്ങളുടെ DG യുടെ ഇൻസിഗ്നിയ എന്ന് പറയുന്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ ഇൻസിഗ്നിയയുടെ സർട്ടിഫിക്കറ്റാണിത്. പിന്നെ മിനിസ്റ്ററുടെ ഔട്ട്സ്റ്റാൻഡിംഗ് സർവീസിനുള്ള റെയിൽവേ മിനിസ്റ്ററുടെ അവാർഡ്. അന്ന് അവർ പറഞ്ഞത് 70 ഡേയ്സ് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഒരു 55-60 ഡേയ്സ് ആയപ്പോഴേക്കും അവരതിൻ്റെ കംപ്ലീറ്റ് വർക്ക് അത് കഴിഞ്ഞു എന്നുള്ളതാണ്. പറഞ്ഞ സമയം കൊണ്ട് തന്നെ, അതിന് മുമ്പായി തന്നെ അവർ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഹാബിക്കോൻ്റെ ഒരു പ്രത്യേകത. കാരണം വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സംതൃപ്തി ഉണ്ടാക്കണം. ബി ഇൻ ദ ബോണറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഇങ്ങനെ മനസ്സിലിങ്ങനെ കടന്നു കിടക്കും. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സംതൃപ്തി, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നേടി നമ്മളൊരു കാര്യം ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സംതൃപ്തിയാണ് നമുക്ക്.
ഹാപ്പിക്കോ ആർക്കിടെക്ചർ, കൈനാട്ടി, കൽപ്പറ്റ.